സൗദിയിലെ ജസാൻ പ്രവിശ്യയിൽ ദേശീയ മുന്നറിയിപ്പ് സംവിധാനം വഴി നൽകിയിരുന്ന എമർജൻസി അലർട്ടും അതിന്റെ അപകട സാധ്യതയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ പേടിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല, കാര്യങ്ങൾ സേഫാണ്. എങ്കിലും സിവിൽ ഡിഫൻസ് പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യണം. അപകടം നടന്ന സ്ഥലങ്ങളിൽ വെറുതെ കൂട്ടം കൂടി നിൽക്കാനോ ഫോണിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനോ ഒക്കെ നിൽക്കരുതെന്ന് അധികൃതർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം അടിയന്തര മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാനിക് ആവാതെ ശാന്തരായിരിക്കുക എന്നതാണ്. മുറിക്കുള്ളിലാണെങ്കിൽ ജനലിന്റെയും ചില്ലിന്റെയും ഒക്കെ അടുത്തു നിന്ന് മാറി നിൽക്കുക. ഇനി പുറത്താണെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ഉറപ്പുള്ള ഒരു കെട്ടിടത്തിൽ കയറി നിൽക്കണം. അപകടമൊക്കെ മാറി എന്ന് ഉറപ്പാകുന്നത് വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. വണ്ടി ഓടിക്കുമ്പോഴാണ് മുന്നറിയിപ്പ് വരുന്നതെങ്കിൽ കൂറ്റൻ കെട്ടിടങ്ങളുടെയോ പാലങ്ങളുടെയോ താഴെ അല്ലാതെ വണ്ടി സുരക്ഷിതമായി ഒതുക്കി നിർത്തുക. അപകട സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. സിവിൽ ഡിഫൻസിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി വരുന്ന അപ്ഡേറ്റുകൾ മാത്രം വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ജസാനിലും മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവ ഒഴികെയുള്ള മറ്റ് പ്രദേശങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി 998 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.